ഫാഷൻ മേക്കിംഗ് ഡിസൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അടിപൊളിയായിട്ടുള്ള സെറ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുക. നമ്മുടെ ഓർഗൻസ ക്രഷ് ആണ്. നമ്മൾ നോർമലി കാണുന്ന ആ ഒരു ക്രഷ് അല്ല. ഓർഗൻസ ക്രഷ് നമ്മൾ കുറെ കാണിച്ചായിരുന്നു. ഇതിന് കുറച്ചും കൂടി ഇങ്ങനെ ഉണ്ടോ, ആ ഒരു ഫാബ്രിക് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽപ്പുണ്ട്. പുതിയൊരു ക്രഷ്ഡ് ഫോമിൽ തന്നെ പുതിയ ഒരെണ്ണമാണിത്. പുതിയ ഫാബ്രിക് ആണ്. അതിൽ വന്നിട്ട് ദാമൻ പോർഷൻ ഇതുപോലെ ഹെവി ആയിട്ട് കണ്ടാൽ നമ്മുടെ ആപ്ലിക് വർക്ക് ചെയ്ത് വെച്ചേക്കുന്ന പോലെ ഒരു ബൾജ് ചെയ്തേക്കുന്ന നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് എൻ്റെ ലോവോ പാർട്ടിൽ ചെയ്തേക്കുക വിത്ത് സീക്വൻസ്. ആൻഡ് അപ്പർ പോർഷനിൽ വരുമ്പോൾ ആ സെയിം എംബ്രോയിഡറി വർക്ക് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കൊടുത്തേക്കുന്നു. 4 കളർ ഷെയ്ഡ്സ് ആണ്. ഓർക്കിഡ് വരുന്നുണ്ട്, നമ്മുടെ നല്ലൊരു ഗ്രീൻ വരുന്നുണ്ട്, ഇതേപോലെ നിൽക്കുന്ന ഒരു എന്താ പറയുക, ഒരു യെല്ലോയും ഗ്രീനും ബ്ലണ്ടായിട്ട് നിൽക്കുന്ന ഷെയ്ഡ്, പിന്നെ ഒരു ലൈറ്റ് ഒണിയൻ പിങ്കിന്റെ ഷെയ്ഡ്. ഇത്രയും കളർ ഷെയ്ഡ്സ് ആണ്. എല്ലാം അടിപൊളി ഷെയ്ഡ്സ് ആണ്. ആൻഡ് അടിപൊളി ഒരു വർക്കും ഫാബ്രിക്കും ഒക്കെയാണ്. ഡീറ്റെയിൽസ് വരും. ഇതിന്റെ ലോഗോ പാർട്ടിലാണ് ഈ തിക്ക് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ചെയ്തേക്കുന്നത്. അപ്പർ പോർഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ സ്കാറ്റർ ചെയ്താണ് എംബ്രോയിഡറി വർക്ക് കൊടുത്തേക്കുന്നത്. ഇത് കുറച്ചുകൂടെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ആ ഒരു ക്രഷ്ഡിന്റെ തന്നെ പുതിയ ഒരു ഫാബ്രിക് ആണ്. അത് ഓർഗൻസ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത്. ക്രഷ് ആണ്. അതിന്റെ തന്നെ ഒരു പുതിയ പാറ്റേൺ ആണ് ഇതിൽ ഈ ഒരു ഫാബ്രിക് വന്നിരിക്കുന്നത്. സാൻഡൂൺ ബോട്ടം ആണ്. ദുപ്പട്ട ഇതുപോലെ നമ്മുടെ ഷിഫോൺ ഫാബ്രിക്കിൽ സിമ്പിൾ ലൈറ്റ് വെയിറ്റ് ദുപ്പട്ടയാണ്. ബോർഡറിൽ ഇങ്ങനെ ലേസ് പാച്ച് കൊടുത്തിട്ട് വരുന്ന ഒരു ദുപ്പട്ടയാണെന്നല്ല പെയർ ചെയ്തേക്കുന്നത്. സെയിം കളർ. അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് എല്ലാം നല്ല കളർ ഷെയ്ഡ്സ് ആണ്. ദുപ്പട്ട ഇതിൽ സിമ്പിൾ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതിൽ ഒത്തിരി എംബ്രോയിഡറി കൊടുത്തിട്ടില്ല. അതായത് ടോപ്പ് നല്ല ഹെവി വർക്കാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഈ ഡാമനിൽ നല്ല ഹെവി ആയിട്ട് എംബ്രോയിഡറി കൊടുത്തിട്ട് ബാലൻസ് ഏരിയയിൽ സ്കാറ്റർ ചെയ്തും വർക്ക് വന്നിട്ടുണ്ട്. അതായത് ടോപ്പ് ഓൾ ഓവർ ആ വർക്കാണ്. ഈ ഒരു എംബ്രോയിഡറി കണ്ടാൽ നമുക്ക് തോന്നും നമ്മളിങ്ങനെ ആപ്ലിക്ക് ചെയ്ത് വെച്ചേക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുക. ബട്ട് അത് എംബ്രോയിഡറി ആണ് ഇതിൽ ചെയ്തേക്കുന്നത്. ആപ്ലിക് ഒന്നും അല്ല. ദുപ്പട്ട പ്ലെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് ഷിഫോൺ ദുപ്പട്ടയാണ്. റേറ്റ് 1340. അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതൊരു ഗ്രീനും ഒരു കൈൻഡ് ഓഫ് യെല്ലോയുടെ ഒരു കോമ്പിനേഷൻ്റെ ബ്ലെൻഡ് ആയിട്ട് നിൽക്കുന്ന നല്ലൊരു ഷെയ്ഡാണ്. റെയർ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു കളർ ഷെയ്ഡാണെന്ന് വന്നിരിക്കുന്നത്. പക്കാ ഗ്രീനും യെല്ലോ എന്നല്ല, കുറച്ചൊരു ബ്രൗൺ ബ്ലെൻഡും കൂടിയാണ് ഈ ഒരു ഷെയ്ഡ്. ബ്രൗൺ മാത്രമല്ല, കുറച്ചൊരു ഗോൾഡനും കൂടെ ഫിനിഷ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനത്തെ എന്തൊരു വെറൈറ്റി ഷെയ്ഡാണ്. വർക്ക് സെയിം തന്നെ എംബ്രോയിഡറി വർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആപ്ലിക് പാറ്റേൺ അല്ല, ഫുൾ എംബ്രോയിഡറി വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ്. പ്ലെയിൻ ദുപ്പട്ട ഷിഫോണിൽ ലേസിൽ അല്ല ബോർഡേഴ്സിൽ ലേസ് കൊടുത്തേക്കുന്ന ദുപ്പട്ട വിത്ത് സാൻഡൂൺ ആണ് ബോട്ടം ആണ്. അതിന്റെ ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ്റെ ടോൺ ആണ് വന്നിരിക്കുക. നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ്. അതായത് ഈ എംബ്രോയിഡറി കണ്ടാൽ നമ്മുടെ ഈ ഹെവി ആയിട്ട് ലേസിലൊക്കെ വന്നിരിക്കുന്ന ആ ഒരു വർക്ക് ഉണ്ടല്ലോ, അതിങ്ങനെ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ തോന്നും. അത്രയും ഫിനിഷിങ്ങിലാണ് ഈ വർക്ക് കൊടുത്തേക്കുന്നത്. നല്ല ഹെവി ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന എംബ്രോയിഡറി വർക്കാണ്. ഇതിന്റെ ദാമൻ പോർഷനാണ് ഇത്രയും ഹെവി ആയിട്ട് കൊടുത്തേക്കുന്നുണ്ടോ. ദാമൻ ആണ് ഞാൻ ഈ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാനാണ് ഞാൻ അപ്പർ പോർഷനിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിന്റെ ടോപ്പിന്റെ അപ്പർ പോർഷൻ ഫുള്ളും ഇതുപോലെ സ്കാറ്റർ ചെയ്താണ് വർക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഹൈലൈറ്റഡ് ആയിട്ട് ദാമനിലാണ് വർക്ക് വന്നിരിക്കുന്നത്. വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റ് വെയിറ്റ് ഷിഫോൺ ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുക വിത്ത് ലേസ് ആൻഡ് ബോട്ടം സാൻഡൂൺ. റേറ്റ് 1340 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. 4 ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സ് ഈ സെറ്റിലിൻ്റെ കൂടെ ഉള്ളൂ. സോ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.